Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Hello, ma'am. Okay, ma'am. Prayer പറയാം. Harnoda. Dear God, bless our classroom with peace and kindness. Help us to respect each other and learn with joy. Guide us to be curious, independent, and helpful. May our discoveries bring us closer to each other and to the world around us. Thank you. Miss thought of the പറയാം. Thought of the day. You cannot change your future, but you can change it. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറെ ചേഞ്ച് ചെയ്യാൻ പറ്റും. Sign in, ma'am. Good afternoon, everyone. I'm Lijimon. First, I honestly welcome to our Abarna ma'am and then my dear friends. Today, we are all gathered here to learn about a new class on principles of motor development. Let's make most of this opportunity and enjoy this class. Thank you, ma'am. Okay. ക്ലാസ്സിലേക്ക് വരാൻ ഷെയർ ചെയ്യാം കേട്ടോ. മിനിറ്റ് കേട്ടോ. Okay, listen. നമ്മള് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ഡിസ്കസ് ചെയ്തോ? 6 points ഡിസ്കസ് ചെയ്തു. ഓക്കെ, 6 points ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ഓരോ ട്രെൻഡ്സും എന്താണെന്ന് ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞില്ലേ? അറിയില്ല? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു? ഓക്കെ, അത് എന്താണ് ആക്ടിവിറ്റി? ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ, ഞാൻ ക്ലാസ് ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്തിട്ട് ആൽഫബറ്റ് ചാർട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, മാസ്റ്റർ ഓഫ് സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫസ്റ്റ് ടൈമിൽ എങ്ങനെയായിരിക്കും മാസ് റിയാക്ഷൻസ് ആയിരിക്കും ഓരോ ആക്ടിവിറ്റീസിനോടും ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് മാസ്റ്റർ റിയാക്ഷൻ ആയിരിക്കും. പിന്നീടാണ് സ്പെസിഫിക്കിലേക്ക് മാറുന്നത്. ലാർജ് ടു സ്മോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ആദ്യം കുട്ടികളുടെ ലാർജ് മസിൽസ് ആണ്, ഫണ്ടമെന്റൽ മസിൽസ് ആണ് ഡെവലപ്പ് ആകുന്നത്. പിന്നീടാണ് സ്മോൾ മസിൽസ് ഡെവലപ്പ് ആകുന്നത്. പിന്നെ ട്രെൻഡ് എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ബ്രെയിൻ ഹെഡ് റീജിയൻ ആണ് ഡെവലപ്പ് ആവുന്നത്. പിന്നീട് നമ്മൾ ഫുഡ് റീജിയനിലേക്ക് മൂവ് ആവുന്നത്. പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറയുന്നത്
അത് സെൻട്രൽ പാർട്ട് ഓഫ് ദി ബോഡിയാണ് ഡെവലപ്പ് ആവുന്നത്, പിന്നെ ഔട്ടർ പാർട്ടിലേക്ക് ആ ഡെവലപ്മെന്റ് പോകുന്നു. ബൈലാറ്ററൽ യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഫസ്റ്റ് ബൈലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസം ആണ്, പിന്നീടാണ് അവർ യൂണിലാറ്ററിലേക്ക് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ രണ്ട് കൈ കൊണ്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തും ചെയ്യുമ്പോഴും അവർ രണ്ട് കൈ യൂസ് ചെയ്യുന്നത്. പിന്നീട് അവർ ഏതെങ്കിലും ഒരു സൈഡ്, അവർക്ക് ഏതെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൈഡിലേക്ക് മൂവ് ആവും. അതിന്റെ മാക്സിമം ടു മിനിമം ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ മാസ്റ്റർ സ്പെസിഫിക് ട്രെയിൻ ആയിട്ട് റിലേറ്റഡ് ആണ്. അവർക്ക് മസ്കുലാർ ഇൻവോൾവ്മെന്റ്, എനർജി സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഗ്രേറ്റർ എമൗണ്ട് വേണം ഏത് ഏർലി ടൈംസിൽ, പിന്നീട് ലേറ്റർ സ്റ്റേജിൽ അത്രയും എമൗണ്ട് ഓഫ് എനർജി അവർക്ക് വേണ്ട. ഓക്കെ, ഇത് ഇവിടെ വെച്ചൊരു പാരഗ്രാഫ് ആണ് കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മോട്ടോർ ഡെവലപ്മെന്റ് leads not only on neuromuscular maturity but also an environmental opportunity, especially availability of the equipment and opportunity to observe and intimate other children and opportunity to experience. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ന്യൂറോമസ്കുലാർ ഡെവലപ്മെന്റ് മെച്യൂരിറ്റി മാത്രമല്ല, അവിടെ എൻവയോൺമെന്റിന് എങ്ങനെ എൻവയോൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, അവിടെ അവൈലബിലിറ്റി മെറ്റീരിയൽസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതെങ്ങനെ ഒബ്സർവ് ചെയ്യാം, കുട്ടികൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, മോട്ടോർ ഡെവലപ്മെന്റിൽ വരുന്നത്. ഇനി നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ റോള്, നിങ്ങൾ ഓരോരുത്തരുടെ റോൾ എന്താണെന്നാണ് പറയുന്നത്. Children should be motivated to manipulate, handle, use various objects and implement so as to provide sensory activities, eye and hand coordination. കുട്ടികള് കൂടുതൽ മോട്ടിവേറ്റ് ആയാൽ അവർക്ക് എന്താ പറയാ ഒബ്ജക്റ്റും മെറ്റീരിയൽസ് ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ അവർക്ക് സെൻസറി ആക്ടിവിറ്റീസും അവരുടെ ഹൈയും ഹാൻഡ് കോർഡിനേഷനും അവർക്ക് പ്രോപ്പർ ആവും. ദെൻ പ്രീ സ്കൂൾ കുട്ടികളിൽ പ്രൈമറി സ്കൂൾ ഡേയ്സിൽ നമുക്ക് ഈ മോട്ടോർ ഡെവലപ്മെന്റ് ആൻഡ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലേ വർക്കുകൾ, കളറിങ്, തിയറിങ്, കട്ടിങ്, പെയിന്റിങ്, ത്രെഡിങ്, സ്വിങ് എക്സെട്ര അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. should be arranged to attain early motor control and coordination. Early motor controlling coordination arrange ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. Organize suitable play activities that will help the child to learn motor skills by assembling and construction. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേ ആക്ടിവിറ്റീസ്, നമ്മൾ കുട്ടികളോട് കൂടുതൽ ടൈം പ്ലേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ മോട്ടോർ സ്കിൽസും അസംബിൾ ചെയ്യാനും അതേപോലെ തന്നെ മോട്ടോർ സ്കിൽസ് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെമോൺസ്ട്രേറ്റ് മോട്ടോർ സ്കിൽസ് ഫോർ ബിഗിനേഴ്സ്, നമ്മൾ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമ്മൾ വെർബലി ഒരു ലെസൺ പറഞ്ഞു കൊടുക്കുന്നതിലും എത്രയോ നല്ലതാണ് എങ്ങനെയാണത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്, കുട്ടികൾ കൂടുതൽ മനസ്സിലാക്കും. Provide manual guidance to the children as it's more fruitful than verbal lessons. മാനുവൽ ഗൈഡൻസ് മാത്രം കൊടുത്താൽ മതി, ഇത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അതത് ചെയ്യട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം. വെർബൽ ലെസനേക്കാളും കൂടുതൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും, ഒരു പ്രാവശ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നീട് അവരെ ഹെൽപ്പ് ചെയ്യാം, ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സൂപ്പർവൈസർ മാത്രം ചെയ്താൽ മതി. Proficiency of motor control lays on constant practice. നമുക്ക് ഈ മോട്ടോർ കൺട്രോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. So physically should arrange for practice of various motor skills. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വേരിയസ് മോട്ടോർ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് മോട്ടോർ സ്കിൽസ് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. Independent activity with a strong motivation leads to speedy motor development. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ സ്ട്രോങ് മോട്ടിവേഷൻ എന്തിന് കാരണമാകുന്നു, സ്പീഡി മോട്ടോർ ഡെവലപ്മെന്റ് കാരണമാകുന്നു. സോ ഗീവ് സഫിഷ്യന്റ് ആൻഡ് ആക്ട് മോട്ടിവേഷൻ ടു ചിൽഡ്രൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ട മോട്ടിവേഷനും ആക്ട് ആയിട്ടുള്ള മോട്ടിവേഷനും അവർക്ക് കിട്ടുന്നു. ഗീവ് നോർമൽ സൂപ്പർവിഷൻ, ഞാൻ പറഞ്ഞില്ലേ നോർമൽ സൂപ്പർവിഷൻ മാത്രം കുട്ടികൾക്ക് കൊടുത്താൽ മതി. ബാലൻസ് ഗൈഡൻസ് വേണമെങ്കിൽ അവർ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തോട്ടെ, ബാലൻസ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കണം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ബൈ ചാൻസ് മിസ്റ്റേക്ക് പറ്റി, നമ്മൾ ഒരിക്കലും അവരെ ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് ക്രിറ്റിസൈസ് ആവാത്ത രീതിയിൽ അവരെന്ത് ചെയ്യാ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഈ നോർമൽ സൂപ്പർവിഷൻ ആൻഡ് ബാലൻസ് ഗൈഡൻസ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്
നമ്മൾ ടീച്ചേഴ്സിന്റെ റോളായിട്ട് പറയുന്നത്. ലാസ്റ്റ് മോട്ടോർ ഡെവലപ്മെന്റ് മുതൽ ലാസ്റ്റ് പോയിന്റ് വരെ ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. റീഡ് ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്തല്ലോ എല്ലാവർക്കും? വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സുഖമാണ്. ജസ്റ്റ് എന്താണ് നമ്മുടെ റോള് എന്നുള്ളതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെ ചെറിയ തിങ്സ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പ്രീ സ്കൂൾ കുട്ടികൾക്ക് അതേപോലെ പ്രൈമറി സ്കൂൾ ബേസിൽ നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് ആൻഡ് കോർഡിനേഷൻ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ മോട്ടോർ ഡെവലപ്മെന്റ് ആൻഡ് കോർഡിനേഷൻ വരാൻ വേണ്ടിയിട്ട് ക്ലേ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക, കളറിങ് ചെയ്യിക്കുക, ത്രെഡിങ്, കട്ടിങ്, പെയിന്റിങ് ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വരും. ദെൻ അവർക്കത് വെർബൽ ലെസണിൽ പറഞ്ഞു കൊടുക്കുന്നേക്കാളും നല്ലതായിരിക്കും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ആക്ടിവിറ്റി. പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരെ കൊണ്ട് തന്നെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ മോട്ടോർ ഡെവലപ്മെന്റ് കോർഡിനേഷൻ കൂടും. നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് കൈവരിക്കണമെന്നില്ല. പിന്നെ നമ്മൾ നോർമൽ സൂപ്പർവിഷൻ കൊടുത്താൽ മതി, അല്ലാതെ എപ്പോഴും നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നത് നിർബന്ധമില്ല. പിന്നെ ബാലൻസ്ഡ് ഗൈഡൻസ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ബാലൻസ് ആയിട്ടുള്ള രീതിയിൽ ഗൈഡൻസ് ഒക്കെ കൊടുക്കുക കുട്ടികൾക്ക്. അത്യാവശ്യം ബാലൻസ്ഡ് ഗൈഡൻസ് ഒക്കെ കൊടുക്കുക. പിന്നെ കൺസ്ട്രക്റ്റീവ്, നമ്മള് തെറ്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ എന്താ പറയാ, അത് അവർക്ക് വിഷമാവാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കാം. ഓക്കെ 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 കേട്ടോ. ദെൻ ആക്ടിവിറ്റി എല്ലാവരും ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എല്ലാരും പേര് അയക്കും കേട്ടോ, പേര് മെസ്സേജ് ആയിട്ട് അയക്കേ, ഞാൻ വിളിക്കാം. മിന്നു കേട്ടോ, ഫസ്റ്റ് മിന്നു. മിന്നു ക്യാമറ ഓൺ ചെയ്തോട്ടെ, പ്രസന്റ് ചെയ്തോ. നന്നായിട്ടുണ്ടേ.
ഓക്കെ വിനോ. ദെൻ മിസ് നമ്പറിന്റെയും കൂടി ചെയ്തിട്ടുണ്ട്, കാണിക്കാമോ? ആ കാണിക്കാലോ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടാടാ മിനു. ആൽഗ. അളക. കാണുന്നില്ലല്ലോ. ക്യാമറ ഓൺ ആക്കിയോ? ആ ഓക്കേടാ. കാണാണ്, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പറും കൂടി കാണിക്കട്ടെ. നമ്പർ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടാടാ. Then Suba. ഇല്ല. ഓക്കേടാ. ഓക്കേടാ, ആൽഫബറ്റ്സിലാണോ കേട്ടാ? നെക്സ്റ്റ് നമ്പർ ചാർട്ട് ആണോ? ഒന്ന് കാണിച്ച്. നമ്പർ ചാർട്ട് കാണിക്കുക. ആൽഫബറ്റ് ചാർട്ടിലാണോ വരുന്നത്? നമ്പർ ചാർട്ട്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ശരി, താങ്ക് യു. ലക്ഷ്മി. ആടാ, കാണാട്ടോ. കാണാവേ. നമ്പർ ചാർട്ട് ചെയ്തില്ല. കുഴപ്പമില്ല. നെക്സ്റ്റ് വീക്കിലേക്കല്ലേ? താങ്ക് യു. അപർണ. മിസ്. അപർണ. ഓക്കേടാ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. അന്ന കുര്യൻ. ഓക്കെ, വരച്ചിരിക്കണേണ്. നന്നായിട്ടുണ്ട്. കളർ കൂടി ചെയ്യാണ്ടല്ലേ? ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. സുബിത. സുബിത. മിസ് കാണാണ്ടോ? ആ, ഇപ്പൊ കാണാടാ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ശാലിനി. യെസ് മാം. ആൽഫബറ്റ് ചാർട്ടാണ് മാം. ആ ഓക്കേടാ, കാണാട്ടോ. നന്നായിട്ടുണ്ട്. നമ്പർ ചാർട്ട്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെയോ? എല്ലാരും പ്രസന്റ് ചെയ്തോ? അതേപോലെ ഇരിക്കട്ടെ. മാർക്ക് നമ്മള് ലാസ്റ്റ് ആക്കേണ്ട, എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് ചെയ്ത് വെക്കാൻ പറ്റും, അത്രയും നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലാണോ നമ്പർ ചാർട്ട് പറഞ്ഞിരിക്കുന്നത്? അതെ, 7th ജൂലൈ 7th. നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പൊ ബാക്കിയുള്ളവർ നമ്പർ ചാർട്ട് കാണിക്കാത്തവര് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് മൺഡേ നമ്പർ ചാർട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ. ഞാൻ നമ്മള് മൂന്നാം നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പേര് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. എന്താണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കേട്ടോ? മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ആടാ.
ഇപ്പൊ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് അങ്ങനെ അതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെയാ അത് വരിക? അത് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാ ചോദിക്കുക? അത് അല്ല പിന്നെ വൺ മിനിറ്റ് ഇടാം. എന്റെ ഒരു ബുക്ക് ഉണ്ട്, എന്നാലും ചോദിച്ചത് നന്നായിട്ട്. വൺ മിനിറ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് റീഡ് ചെയ്യാം. Physical and motor development. In the large to small trend, which muscles develop control faster? Which muscles develop the control faster? Small muscle, option B. Large fundamental muscles, option C. Facial muscle, option D. None of this. മനസ്സിലായ? ലാർജ് ടു സ്മോൾ ട്രെൻഡില് ഏത് മസിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, കൺട്രോൾ ഡെവലപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട്? അപ്പൊ നമ്മൾ ലാർജ് ഫണ്ടമെന്റൽ മസിൽസ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് ദ സെഫലോകോർഡൽ ട്രെൻഡ് ഡിസ്ക്രൈബ്? എന്താണ് സെഫലോകോർഡൽ ട്രെൻഡ് ഡിസ്ക്രൈബ്? ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഫീറ്റ് ടു ഹെഡ്, ലിംസ് ടു ബോഡി, ഹെഡ് ടു ഫുട്ട്, ലെഫ്റ്റ് ടു റൈറ്റ്. ഏതാണ്? Head to foot. ലെഫ്റ്റ് ടു റൈറ്റ്. നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയോ? യൂണിറ്റ് 1 ക്വസ്റ്റ്യൻസ് കിട്ടിയോ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് കിട്ടി. അപ്പോ ഇന്ന് തന്നെ ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞേക്കാട്ടെ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് ചോദിക്കാം കേട്ടോ. മാക്സിമം ഈ തരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നന്നായിട്ട് പഠിച്ചാൽ മതിയാവും. ഞാൻ മാക്സിമം റിപ്പീറ്റ് ആകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടെത്തി എഴുതി തയ്യാറാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ തന്നെ അല്ലെ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് MT10 എന്നാണ് MT10. ഓക്കെ കേട്ടോ. ദെൻ നമ്മൾ മൂവ് ആവുന്ന ചാപ്റ്ററിന്റെ പേര് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. അതില് ഫസ്റ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അത് ഏത് ലൈഫിലുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇമോഷൻ. ഇമോഷൻസ് ആർ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് ബ്രോട്ട് ബൈ ദ ന്യൂറോഫിസിയോളജിക്കൽ ചേഞ്ചസ്. എന്നുവെച്ചാൽ വികാരം എന്നത് ജീവിയുടെ ചലിപ്പിച്ച അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ്. നമുക്ക് എന്തൊക്കെ ടൈപ്സ് ഇമോഷൻസ് ഉണ്ട്? സാഡ്നെസ്, ഹാപ്പിനെസ്, അഫെക്ഷൻ, ലവ്, പിന്നെ എന്തൊക്കെ ഇമോഷൻസ് ഉള്ളത്? അങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് അല്ലെ? ഡിഫറൻസ് ഓഫ് ഇമോഷൻസ് ഇല്ലേ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് നമുക്ക് മൂഡ് ഓഫ് ആയിരിക്കും, ചില സമയത്ത് നമുക്ക് ഹാപ്പി ആയിരിക്കും. അപ്പൊ ഡിഫറെന്റ് ഇമോഷൻസ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് അല്ലെ? അപ്പൊ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ may be defined as the strain of the condition of the organism involved internal and external changes in the body. നമ്മുടെ ബോഡിയിലെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ചേഞ്ചസിൽ വരുന്ന ആ ഒരു സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണോ, പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമോഷൻ എന്ന് പറയുന്നത്. നമ്മള് മറ്റ് മൃഗങ്ങൾ, ഹ്യൂമൻ ബീങ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ, മറ്റ് അനിമൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഇമോഷൻസ് ഉണ്ട്, നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇമോഷൻ എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ റെസ്പോൺസ് ആണ് എന്ത് ഇമോഷൻ എന്ന് പറയുന്നത്. ഇമോഷൻ എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇമോഷണൽ ഡെവലപ്മെന്റ് ഇറ്റ് റെഫേഴ്സ് ടു എബിലിറ്റി ടു റെക്കഗ്നൈസ്, എക്സ്പ്രസ്, മാനേജ് ഫീലിംഗ്സ്, ഫൈൻഡിങ്സ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജ് ഓഫ് ലൈഫ്. നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസിൽ വരുന്ന എന്താ പറയാ ഇമോഷൻസ് ആണ്, എബിലിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നൈസ് ചെയ്യുന്ന, എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്തൊക്കെ ഇമോഷൻ ഞാൻ പറഞ്ഞത്? ആങ്കർ, ഫിയർ, jealousy, worry, love, happiness, joy, sadness,
സർപ്രൈസ്, ഡിസ്ഗസ്റ്റ് എന്ന് വെച്ചാൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ദേഷ്യം, ഭയം, അസൂയ, വെറി, ടെൻഷൻ, ലവ്, സ്നേഹം, ഹാപ്പിനെസ്, സന്തോഷം, സാഡ്നെസ്, വിഷമം, സർപ്രൈസ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരു കാര്യം ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്താണ് കുട്ടികൾക്ക് സർപ്രൈസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പൊ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇമോഷനാണ് സർപ്രൈസ് എന്ന് പറയുന്നത്. അവർക്ക് ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം, നിനക്ക് ഇന്നൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ചെറിയ മിഠായി വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഓക്കെ. The development of emotion is largely affected by the relationship with the parent, siblings and peer groups. കുട്ടികളുടെ ഈ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പാരന്റ്സ്, സിബ്ലിങ്സ്, അറിയാലോ, സിബ്ലിങ്സ്, അതേപോലെ പിയർ ഏജ് ഗ്രൂപ്പ്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് റിലേറ്റഡ് ആണ്. കാരണം കൂടുതലും കുട്ടികൾ ഈ ഒരു ഏജിലുള്ള ഇവരായിട്ടാണ് കൂടുതലായിട്ട് എന്ത് വരുന്നത്, കോണ്ടാക്റ്റിൽ വരുന്നത്. അതുകൊണ്ട് അപ്പോ നമ്മുടെ ഇമോഷൻ, കുട്ടികളുടെ ഇമോഷൻസ് ആരൊക്കെയായിട്ട് കണക്റ്റഡ് ആണ്? പാരന്റ്സ്, സിബ്ലിങ്സ്, പിയർ ഗ്രൂപ്പ്സ്. ഇമോഷൻ ഡെവലപ്പ് ത്രൂ മെച്യൂരിറ്റൈസേഷൻ ആൻഡ് ലേണിംഗ്. നമ്മൾ ഒരു മെച്യൂർഡ് ആയി നമ്മൾ പറയില്ലേ, ചില സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കും എന്താ പറയാ, കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ട് പെരുമാറണമായിരുന്നു. അത് നമ്മൾ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ നമ്മുടെ ലൈഫ് ഉണ്ടാവും. കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ട് പെരുമാറുകയാണെങ്കിൽ ഞാൻ അന്ന് ദേഷ്യപ്പെടില്ലായിരുന്നു എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. സോ മെച്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇമോഷൻ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ലേണിംഗ്, നമ്മൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ലേൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇമോഷൻ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ജസ്റ്റ് ഞാൻ പോയിന്റ്സ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. ഇമോഷൻ എക്സ്പീരിയൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് സം ഇൻസ്റ്റന്റ് ഓർ ബയോളജിക്കൽ ഡിറൈവ്സ്. അപ്പൊ നമ്മള് ഇമോഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, അസോസിയേറ്റ് ചെയ്യുന്നത് ബയോളജിക്കൽ ഡിറൈവ്സ് ആയിട്ടാണ്. സംടൈംസ് നമുക്ക് ഫിയർ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു കാര്യത്തിനോട് ഭയങ്കര ഭയമാണ്, നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ശ്രമിക്കാം. ആ ഒരു കാര്യത്തോട് പേടിയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെ? അപ്പൊ ഇമോഷൻസ് ആർ ദ പ്രൊഡക്റ്റ് ഓഫ് പെർസെപ്ഷൻ, ഇറ്റ് ചേഞ്ച് വിത്ത് പീപ്പിൾ. ഒരാൾക്ക് ഇപ്പൊ ഒരു കാര്യം കിട്ടുമ്പോൾ ഒരു സിറ്റുവേഷനിൽ രണ്ട് വ്യക്തികളും രണ്ട് രീതിയിലായിരിക്കും മറ്റേ ഇമോഷണലി അഫക്ട് ചെയ്യുന്നത്. ചിലപ്പോ സ്ത്രീകളാണ് സങ്കടം വരുന്ന സാഹചര്യമാണെങ്കിൽ അത് എന്ത് ചെയ്യും, നല്ല രീതിയിൽ കരയും, ആ സങ്കടം എന്ത് ചെയ്യും, മനസ്സിന് മാറ്റും. പുരുഷന്മാരാണെങ്കിൽ സങ്കടം വരുന്ന സാഹചര്യമാണെങ്കിൽ പോലും അത് എന്ത് ചെയ്യും, കടിച്ചമർത്തും. ഓക്കെ. ദെൻ ആർക്കാണ് ഇമോഷണൽ കൺട്രോൾ കൂടുതലായിട്ടുള്ളത്? സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? ഇമോഷണൽ കൺട്രോൾ, കാരണം അവർ കൂടുതലായിട്ട് ഇമോഷൻസ് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യണം. ഓക്കെ. കേരളത്തില് ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് ആർക്കാണ് കൂടുതൽ? പുരുഷന്മാർക്കാണ്. ആരാണ് മുന്നില്, പുരുഷന്മാരാണോ സ്ത്രീകളാണോ? പുരുഷന്മാർ. കാരണം അവരിങ്ങനെ ഇമോഷൻസ് കൂടുതലായിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അവരുടെ മൈൻഡിൽ തന്നെ സ്ട്രെസ് ചെയ്യാണ് നമ്മള്. അപ്പൊ അത്രയും ഇമോഷൻസ് അത് കൺട്രോൾ ചെയ്യുന്നത് മൂലം അവർക്ക് എന്ത് വരുന്നുണ്ട്, ഒരുപാട് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. സോ ഇമോഷണൽ ഹെൽത്ത് നമ്മൾ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. വെച്ചാല് നമുക്ക് ഇമോഷനും അതേപോലെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും എങ്ങനെയാണ്, ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് അതുകൂടെ ഒന്ന് മനസ്സിൽ വെക്കാം കേട്ടോ. ദെൻ നമ്മൾ നമ്മളുടെ ടെസ്റ്റിലുള്ള ഇമോഷണൽ ഡെവലപ്മെന്റിലേക്ക് വരാൻ നമുക്ക് കുട്ടികളുടെ ഇമോഷൻസ് ആണ് അറിയേണ്ടത്, അല്ലെ? ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് നമുക്ക് കുട്ടികളുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഇമോഷൻ ആർ എസ്പെഷ്യലി സിവിയർ ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. കുട്ടികളിൽ സിവിയർ ആയിരിക്കും. ഇപ്പൊ സന്തോഷമാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും, സങ്കടമാണെങ്കിൽ കരച്ചിൽ നിർത്തവര് ഇല്ലാലോ, ഭയങ്കര കരച്ചിലായിരിക്കും. നമുക്ക് തോന്നും ഇതെന്ത് ഇങ്ങനെ, ഒരു മിനിറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ കളിച്ച് ചിരിച്ച് കളിക്കുന്ന കുട്ടി ഒരു കണ്ണൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ കരച്ചിലാവും, ഭയങ്കര ബഹളാവും. അതെന്തുകൊണ്ടാ? അത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി കാരണമാണ് അത്. This is a time of disequilibrium when the children are not forced in the sense that they are simply exposed to the emotional eruption. കുട്ടികളിൽ ഡിസിക്വിലിബ്രിയം വന്നതുകൊണ്ടാണ്, ഇമോഷണൽ ഡിസിക്വിലിബ്രിയം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. Severe emotionality in childhood is identified by temper, tantrum, intense fear, unreasonable outbreak of jealousy. നമ്മള് ഭയങ്കര ടെമ്പർ ആയിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരും, ഭയങ്കര ഇന്റൻസീവ് ഫിയർ ആയിരിക്കും. കുട്ടികൾക്ക് കുഞ്ഞി കുട്ടിയായിരിക്കണം മുതൽ നിങ്ങൾക്കൊരു 8 months ഒരു 1 year ഉള്ള കുട്ടിക്ക് വീട്ടിലാണെങ്കിൽ മിക്സി അടിക്കുന്ന പേടിയായിരിക്കും, അല്ലെങ്കിൽ
വിസിലടിക്കുന്നത്, നമ്മള് കുക്കറിന്റെ വിസിൽ കേൾക്കുന്ന പേടിയായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളോട് പോലും അവർക്ക് ഭയങ്കരമായിട്ട് ഭയമായിരിക്കും. അത് കേൾക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. പിന്നീട് അവർ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നതിനനുസരിച്ച് ആ ഒരു ഫിയർ അവരിൽ നിന്ന് മാറും. പിന്നെ അൺറീസണബിൾ ഔട്ട്ബ്രേക്ക് ഓഫ് ജെലസി, നമ്മൾ പെട്ടെന്ന് 2 കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. മൂത്ത കുട്ടീനെ ഒന്ന് എടുത്ത് ഒന്ന് കൊഞ്ചിക്കുമ്പോ ഇളയ കുട്ടിക്ക് ഭയങ്കരമായിട്ട് അത് അസൂയ തോന്നിക്കും, ഇല്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, ഇല്ലേ? 2 കുട്ടികളുള്ള അപ്പൊ ഇളയ കുട്ടിക്ക് എന്താണ് പെട്ടെന്ന് അസൂയ വരും. ഓക്കെ, അപ്പൊ അതൊക്കെ നല്ല ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി കാരണമാണ്. മൂത്ത കുട്ടി ചിലപ്പോ ഇളയവനൊക്കെ കൊഞ്ചിക്കുമ്പോ അത്ര അസൂയൊന്നും വരണമെന്നില്ല. The following are the chief characteristics of emotions during preschool years. Preschool years emotional വരുന്ന characteristics ആണ്. During early childhood, emotions appears more regularly and more severely. അപ്പൊ റെഗുലർ ആയിട്ട് കുട്ടികളുടെ ഇമോഷൻസ് വരും, അതേപോലെ തന്നെ സിവിയർ ആയിരിക്കും. വരുന്ന ഇമോഷൻസിന്റെ തീവ്രത കൂടുതലായിരിക്കും. സങ്കടമാണെങ്കിൽ അവർ പൊട്ടി പൊട്ടി വിതിന്റെ ആയിരിക്കും കരയുന്നത്, പെട്ടെന്നായിരിക്കും കരയുന്നത്. ഇമോഷൻസ് ആർ എക്സ്പ്രസ് ഇൻ റിലേഷൻ ടു കോൺസെൻട്രേറ്റ് ഒബ്ജക്ട്. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനോടായിരിക്കും ആ ഇമോഷൻ അറിയുന്നത്. പാവനെ കണ്ടിട്ട് പേടിയായിട്ടുണ്ടെങ്കിൽ പാവൻ അങ്ങോട്ട് തട്ടിക്കളയും. ഇമോഷൻസ് ആർ ടെമ്പററി, അല്ലെ? നമ്മൾ ഒരു നിമിഷം ഇരുന്ന് കളിക്കുന്ന കുട്ടിയെ കണ്ടിട്ട് സമാധാനമായിട്ടൊന്ന് അകത്തേക്ക് ഒന്ന് പോയി വരുമ്പോഴേക്കും കുട്ടി ഇരുന്ന് കരയുന്നത് കാണാം. വെറുതെ ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാണ് അവര്. ഇമോഷൻസ് ആർ ടെമ്പററി ആണ്. അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ്? ടെമ്പററി ആണ്. ചൈൽഡ് ഷിഫ്റ്റ് ഈസ് ഇമോഷൻസ് വെരി ക്വിക്ലി. പെട്ടെന്ന് അവരെന്ത് ചെയ്യും? അവരുടെ ഇമോഷൻസ് ഷിഫ്റ്റ് ചെയ്യും. ഇമോഷണൽ എക്സ്പ്രഷൻ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആർ സെർവ് ഇൻ റെസ്പെക്റ്റീവ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് സ്റ്റിമുലി. അപ്പോ ഇമോഷൻ വരാനായിട്ട് അവർക്ക് എന്ത് ഉണ്ടാവണം എന്നൊന്നുമില്ല, സ്റ്റിമുലേസ് ഉണ്ടാവണമെന്നേ ഇല്ല. പക്ഷെ അവർക്ക് ഇമോഷൻ റെഗുലർലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുട്ടിക്ക് നേരിട്ട് നമ്മളോട് സങ്കടം വന്നോന്നോ അല്ലെങ്കിൽ പേടിയായിരുന്നോ അല്ലെങ്കിൽ കണ്ടിട്ട് ഭയം വന്നോന്നൊന്നും നമ്മളോട് പറയാനായിട്ട് ഒരു 1 ഇയറിലുള്ള കുട്ടിക്കൊന്നും പറ്റില്ല. അപ്പൊ അവർ ചെയ്യുന്ന നമ്മളോട് എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? മെയിൻ ആയിട്ട് കുട്ടികളുടെ ആയുധം എന്താണ്? കരച്ചിൽ തന്നെയാണ്. അവർ ഭയങ്കരമായിട്ട് കരയും. എന്ത് പേടി വന്നാലും സങ്കടം വന്നാലും അമ്മനെ കാണാണ്ടായാലും പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ ഒരു കരച്ചിലായിരിക്കും. പിന്നെ കുറച്ച് നെയിൽ ബീറ്റ് ചെയ്യും, നെയില് ബീറ്റ് ചെയ്യും. പേടിയാവുമ്പോ നെല്ലം കടിക്കും. തമ്പ് സക്കിയും. അതെന്തുകൊണ്ട് തമ്പ് സക്കിയാണ്? അത് അമ്മനെ കാണാണ്ടാവുമ്പോഴാണ് കുട്ടികൾ കൂടുതലായിട്ട് തമ്പ് സക്കിയാണ്. അമ്മനെ അവന് മിസ് ചെയ്ത് തുടങ്ങി. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവനാ ഒരു പറയണമല്ലോ അമ്മനെ മിസ്സായി എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് തമ്പ് സക്കി. സ്പീച്ച് ഡിഫിക്കൽറ്റീസ്, ഇപ്പൊ സ്ട്രേഞ്ച് ആയിട്ട് എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ കാണുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്പീച്ച് ഡിഫിക്കൽറ്റീസ് കാണാറുണ്ട് സാധാരണയായിട്ട്. ഇനി കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇനി നമ്മള് ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് കവർ ചെയ്യാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് നെക്സ്റ്റ് പാരഗ്രാഫ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയാം. കുട്ടികളിൽ കണ്ടുവരുന്ന 2 ടൈപ്സ് ഓഫ് ആൻസൈറ്റീസ് ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി. ആൻസൈറ്റി എന്ന് വെച്ചാൽ ഫിയർ ആണ്, അല്ലെങ്കിൽ ഫിയർ. ഓക്കെ, 2 ടൈപ്പ് ഫിയർ ഉണ്ട്, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി. ഓക്കെ, അപ്പോ എന്താണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി? സ്ട്രേഞ്ച് ആയിട്ടുള്ള പാവേനെ അല്ലെങ്കിൽ ബൊമ്മേനെ ഒക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോ കുട്ടികൾ കരയാറില്ലേ? ആദ്യമായിട്ട് അത് കാണുമ്പോ ഒരു 1.5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ. ഓക്കെ, നമ്മുടെ വീട്ടിൽ കുട്ടിക്ക് പരിചയമില്ലാത്ത കുട്ടികളെ നമ്മൾ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോ കുട്ടികൾ കരയാറുണ്ടോ? കരയാറുണ്ട്. ഓക്കെ, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എന്റെ മോള് ജനിക്കുന്നത് കോവിഡിന്റെ സമയത്താണ് കേട്ടോ. കോവിഡിന്റെ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു കോണ്ടാക്ട് ഇല്ല. അതേപോലെ നമ്മൾ ഫംഗ്ഷൻസ് ഒന്നും കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യില്ല. ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പൊ അവള് അതിന് മുമ്പ് ജനിച്ചു. എന്നാലും ആ ഒരു കോവിഡിന്റെ ടൈമിൽ ലോക്ക്ഡൌൺ വന്നപ്പോൾ എവിടെയും പോകുന്നില്ല. ഞങ്ങൾ മാത്രം വീട്ടിൽ എന്റെ ഫാമിലിയിലും അതേപോലെ ഹസ്ബൻഡിന്റെ ഫാമിലി മെമ്പേഴ്സ് മാത്രം അവർക്ക് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ടൈം റിലേറ്റീവ്സിനൊക്കെ വന്ന് ഫസ്റ്റ് ബർത്ത്ഡേ നടത്തി. അപ്പൊ ആ സമയത്ത് റിലേറ്റീവ്സിനെ എല്ലാവരെയും കൂടി കണ്ടിട്ട് ഭയങ്കര കരച്ചിലാണ്. ആരുടെ അടുത്തും പോവില്ല, ഞങ്ങളുടെ അടുത്ത് മാത്രമേ പോകുന്നുള്ളൂ. പിന്നീട് ഒരു 2.5 വർഷത്തോളം അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വേറെ എവിടെയും പോവില്ല, വേറെ ആരെ കണ്ടാലും ഭയങ്കര കരച്ചിലും പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോ എല്ലാവരും ഞങ്ങളോട് ഇങ്ങനെ വഴക്ക് പറയുള്ളൂ, നിങ്ങൾ കുട്ടീനെ പുറത്ത് കൊണ്ടുപോകാത്തതുകൊണ്ടാണ്. പക്ഷെ
പുറത്ത് കൊണ്ടുപോകാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയാ അതാണ് ഇങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെയാണോ വളർത്തുന്നത് പറഞ്ഞാണ് കംപ്ലൈന്റ് ഒക്കെ പറയും. ഞങ്ങളതൊക്കെ കേട്ടില്ലാന്ന് വെച്ചു. എനിക്കറിയായിരുന്നു അതെന്തുകൊണ്ടാണ്. സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ്. പുതുതായിട്ടൊരു വസ്തു കുട്ടി കാണാണ്, ലൈഫിൽ ആദ്യമായിട്ട് പുതിയ ഒരു വ്യക്തിനെ കാണാണ്, അല്ലെങ്കിൽ പുതുതായിട്ടൊരു വസ്തു കാണുകയാണെങ്കിൽ കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. എന്ന് വെച്ചാൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളോ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പേഴ്സണെയോ കുട്ടി ഇന്നുവരെ കാണാത്തൊരു വ്യക്തിയെ കാണുകയാണെങ്കിൽ കുട്ടികളിൽ കണ്ടുവരുന്നൊരു ടൈപ്സ് ഓഫ് ആൻസൈറ്റി ആണ് എന്ത് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. ഇപ്പോ ഹസ്ബൻഡൊക്കെ പുറത്ത് ഗൾഫിലാണെങ്കിൽ അവർക്കറിയാൻ പറ്റും. ഇപ്പൊ ആദ്യമായിട്ട് കുട്ടിയെ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഹസ്ബൻഡ് കാണുന്നെങ്കിൽ ആ സമയത്ത് കുട്ടി ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോവില്ല. പിന്നെ കുറെ നാള് നമ്മള് കുറച്ച് ദിവസം കഴിയുമ്പോ ഇയാളിവിടെ വീട്ടിലുള്ള ആളാണല്ലോ, 2-3 പ്രാവശ്യം നേരിട്ട് കാണണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ആളായിട്ട് ഇങ്ങനെ മിങ്കിളാവും. നമ്മൾ ആദ്യം വരുമ്പോ തന്നെ പെട്ടെന്ന് കുട്ടിയെ നമ്മൾ മിങ്കിളാവണമെന്നില്ല. പിന്നീടായിരിക്കും ആ ഒരു സ്ട്രേഞ്ച്നെസ് മാറുമ്പോഴായിരിക്കും കുട്ടി കുറച്ചും കൂടി എന്താവുന്നത്, മിങ്കിളാവുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ഫീലിംഗ് സ്ട്രേഞ്ച് വസ്തുക്കളെയും സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സണെയും കാണുമ്പോഴുള്ള ഫിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 3 വയസ്സുള്ള കുട്ടികളുടെ അമ്മമാർ ആരൊക്കെയുണ്ട്? നഴ്സറി പോണ്ടോ? മിസ് ഇന്നും കൂടി അംഗനവാടിയിൽ വിട്ടു വരും, ഭയങ്കര കരച്ചിലായിരുന്നു. ഓക്കേടാ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ സെപ്പറേഷൻ ആൻസൈറ്റി കാരണമാണ്. നമ്മള് ഇത്രയും നാള് അവരുടെ കൂടെ ഫുൾ കാര്യങ്ങൾ നോക്കി, അവർ അത്രയും കെയറോട് കൂടിയാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോ അവരെ നമ്മളൊരു സ്ഥലത്തേക്ക് നമ്മുടെ അടുത്ത് നിന്ന് മാറ്റി കുട്ടീനെ വേറൊരു സ്ഥലത്തേക്ക് ആക്കുമ്പോൾ കുട്ടിക്ക് ഒരു പേടി തോന്നും, ഫിയർ തോന്നും. അതാണ് സെപ്പറേഷൻ ആൻസൈറ്റി. അവരുടെ അമ്മയിൽ നിന്ന് അവരെ മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കാണാണ്ടാവുമ്പോൾ കുട്ടികളിൽ വരുന്നൊരു ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയറിനെയാണ് സെപ്പറേഷൻ ആൻസൈറ്റി. പിന്നീട് പോകെ നോർമലായി മാറും. അത് അവിടുത്തെ ഒരു എൻവയോൺമെന്റും ആ ഒരു പരിസരവും ടീച്ചേഴ്സിനെയും കെയർ ടേക്കറിനെയൊക്കെ കൂടുതൽ മിങ്കിളാവുമ്പോൾ അവർ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അറ്റാച്ച്ഡ് ആവും. സോ ഈ ആൻസൈറ്റി നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി. അമ്മയെ കാണാണ്ടാവുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരിക്കും, മേ ബി ഭയങ്കരമായിട്ട് കരയും, അല്ലെങ്കിൽ തമ്പ് സക്കിയും. ഞാൻ പറഞ്ഞില്ലേ അമ്മനെ കാണാണ്ടാവുമ്പോൾ എന്തുവരും, തമ്പ് സക്കൊക്കെ ചെയ്യും. അപ്പോ ഇതാണ് എന്താ സെപ്പറേഷൻ ആൻസൈറ്റി. നമുക്കൊന്ന് നോക്കാം. The emotional tie between infant and mother is a crucial factor in social and emotional development of the growing child. നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്, അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ ഗ്രോത്തിനെയും സോഷ്യൽ ഡെവലപ്മെന്റെയും ഇമോഷണൽ ഡെവലപ്മെന്റെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ ആണ് നമ്മൾ അമ്മമാർ. Children exhibit a sign of fear and anxiety in the presence of strange person, and the immediate reaction of the children is seeking the security of their mother. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ടൈപ്സ് ഓഫ് ആൻസൈറ്റി ആണ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ കാണുമ്പോൾ കുട്ടികളിലൊരു എന്താണ് ഫിയറും ആൻസൈറ്റിയും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, പെട്ടെന്ന് കുട്ടി എന്ത് ചെയ്യും, അമ്മയുടെ അടുത്ത് വന്ന് ആ ഒരു സെക്യൂരിറ്റി സീക്ക് ചെയ്യും. ദിസ് ഈസ് കോൾഡ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. ഇങ്ങനെയുള്ള ആൻസൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്. സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺ ഒരു വസ്തുക്കളാവാം. കുട്ടികൾ സ്ട്രേഞ്ച് ആയിട്ട് ഞാൻ വസ്തു എന്ന് പറയാൻ കാരണം എന്റെ മോനെ ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത്, ഒരു പാട്ട് പാടുന്ന ഒരു കളിപ്പാട്ടാണ്. പക്ഷെ അത് എപ്പോ കണ്ടാലും അവന് ഭയങ്കര പേടിയാ, ഭയങ്കര കരച്ചിലായിരുന്നു ആദ്യമൊക്കെ. പിന്നെ സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമല്ല, സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കളും കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ എന്തുണ്ട്, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്ന ഫിയർ ഉണ്ട്. ഇനി അടുത്തതാണ് there is another source of anxiety. മറ്റൊരു സോഴ്സ് ഓഫ് ആൻസൈറ്റി ആണ് that comes with known as separation anxiety. നമ്മള് വേറൊരു ആൻസൈറ്റി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേര് സെപ്പറേഷൻ ആൻസൈറ്റി എന്നാണ്. Children will cry and feel upset when they do not find their mother. ഒരു അമ്മേനെ കണ്ടില്ലെങ്കിൽ അവര് പെട്ടെന്ന് എന്ത് ചെയ്യും, കരയും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കണായിരുന്നു നമുക്ക് തോന്നാറുണ്ട്. Preschoolers continue to rely on their mother or a caregiver for the approval and attention. നമുക്കറിയാം പ്രീസ്കൂളേഴ്സ് അവർക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് മദറിന്റെ അല്ലെങ്കിൽ കെയർ ഗിവറിന്റെ അറ്റൻഷൻ എപ്പോഴും വേണം. They exhibit their dependency by sticking to the person and crying when left with someone.
നമ്മളിപ്പോ കുട്ടീനെ ആരെങ്കിലും അടുത്ത് ഒന്ന് കൊടുത്ത് നല്ല ചിരിച്ച് കളിച്ചിരിക്കുകയായിരിക്കും. ഒന്ന് പിടിച്ച് ഞാൻ ഇന്നൊരു കാര്യം ചെയ്തിട്ട് വരാന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും നമ്മളുടെ കയ്യിൽ നിന്ന് കൊച്ചിനെ വേറൊരാൾ എടുക്കുമ്പോ തന്നെ അവൻ കരച്ചിലുള്ളത് ഒന്നേ പോകൂല. പക്ഷെ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ നോക്കി കഴിയുമ്പോ അവൻ അമ്മയില്ലാന്ന് മനസ്സിലായാലും എന്ത് ചെയ്യും, അവൻ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോ ഇതാണ് സെപ്പറേഷൻ ആൻസൈറ്റി. ദിസ് ഡിപ്പെൻഡൻസി ബിഹേവിയർ, കുട്ടികളിലെ ഈ ഒരു ഡിപ്പെൻഡൻസി ബിഹേവിയർ ഉണ്ട്. അത് അമ്മേനെ അല്ലെങ്കിൽ കെയർ ഗീവറിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗ്രാജുവലി ഡിക്രീസ് ആസ് ചിൽഡ്രൻ ഗ്രോ ഓൾഡർ. കുട്ടികൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ഒന്നും ചെയ്യില്ല, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. കോമൺ ഫിയർ എമംഗ്, ഇത് കൂടാതെ കുട്ടികൾ കണ്ടുവരുന്ന കോമൺ ഫിയേഴ്സ് ആണ്. എമംഗ് ദി ചിൽഡ്രൻസ് ആർ ടുവേഴ്സ് ലൗഡ് നോയ്സ്, ഭയങ്കര സൗണ്ട് ലൗഡ് ആയിട്ടുള്ള നോയ്സ് കുട്ടികൾക്ക് ഫിയർ ഉണ്ടാവും. ഡാർക്ക്നെസ്, ഇരുട്ടിനോട് ഫിയർ ഉണ്ടാവും. സ്ട്രേഞ്ച് ആയിട്ടുള്ള അനിമൽസിനോട് ഫിയർ ഉണ്ടാവും. സ്ട്രേഞ്ച് പേഴ്സൺ, ഞാൻ പറഞ്ഞില്ല സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. പ്ലേസ്, ഒബ്ജക്ട്. അപ്പോ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ അതേപോലെ പ്ലേസ് ഒക്കെ കാണുമ്പോൾ അവർക്ക് ഫിയർ ആയിരിക്കും. എന്റെ മോക്ക് ആദ്യം ചെറുപ്പത്തില് ആദ്യം അവള് ഹസ്ബൻഡ് വീട്ടിലായിരുന്നു പറഞ്ഞില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങോട്ട് ട്രാവൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ വീട്ടിലേക്കൊന്നും അധികം ട്രാവൽ ചെയ്യില്ലായിരുന്നു. അപ്പോ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ വീട്ടിൽ പോയി നിന്ന സമയത്ത് അവിടെ എന്ത് വന്നാലും ഉറങ്ങൂല. ഉറങ്ങില്ല ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നില്ല, കരച്ചിലാണ്. മുകളിലേക്ക് നോക്കിയിട്ട് കിടന്നിട്ടാ കരയുന്നത്. ചെറിയ കുട്ടിയാണല്ലോ, അപ്പൊ മുകളിലേക്ക് നോക്കിയിട്ട് ഫാൻ നോക്കി കരയുന്നത് എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോ കരച്ചിൽ ഭയങ്കര ഇതായിട്ട് ആള് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഹസ്ബൻഡ് വീട്ടിൽ വന്നു. അവിടെ കിടന്നിട്ട് ഫാൻ നോക്കി കഴിഞ്ഞപ്പോ ആള് ഓക്കെ. എന്താണ്, ഞങ്ങളുടെ വീട്ടില് എന്റെ സ്വന്തം വീട്ടില് ഫാൻ വൈറ്റ് ആണ്, ഇവിടെ ബ്ലാക്ക് ആണ്. അവള് കണ്ടുകൊണ്ടിരുന്ന ഫാനിന്റെ കളർ ഏതാണ്? ബ്ലാക്ക് ആണ്. അപ്പൊ ആൾക്ക് പേടി വന്നത് എന്താണ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള പ്ലേസ് ആണ്. അത് 2-3 ദിവസം കഴിയുമ്പോൾ അത് ഓക്കെ ആവും, നോർമലി അത് ഓക്കെ ആവും. അവർക്ക് ആ ഒരു സ്ട്രേഞ്ച്നെസ് മാറി അവര് അതോട് കംഫർട്ടബിൾ ആവുമ്പോൾ അത് ഓക്കെ ആവും. അതേപോലെ തന്നെയാണ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, മേ ബി പുതിയ കളിപ്പാട്ടമാവാം. ആദ്യം അവർക്ക് അത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പേടിയായിരിക്കും, പിന്നീടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു കളിപ്പാട്ടത്തെ എടുത്ത് കളിക്കുന്നത്. ഓക്കെ, then children cry at one moment and the next moment they become happy. ഞാൻ പറയില്ലേ, ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും, കുട്ടിയുടെ കയ്യിലേക്ക് ഒരു മിഠായി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും, ഭയങ്കര ചിരിച്ചു കളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. Their emotion as transit and intent, it is voluntarily to change ചെയ്തുകൊണ്ടേയിരിക്കും. Children's vary in their emotion, അവരുടെ ഇമോഷൻസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. This variation depends on the state of their physical health and the social emotional environment at home. കുട്ടികളിൽ ഈ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഫിസിക്കൽ ഹെൽത്ത് ആണ്, അവരുടെ ആരോഗ്യം, ഫിസിക്കൽ ഹെൽത്ത്. അതേപോലെ തന്നെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ്, കുട്ടി വളർന്നു വരുന്ന ഇമോഷണൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ ഇമ്പോർട്ടന്റ് പോർഷൻ എന്തൊക്കെയാണ്? 2 types ഓഫ് ആൻസൈറ്റീസ് പഠിച്ചു. ഈ ആൻസൈറ്റീസ് ആരും മറന്നു പോകരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആൻസൈറ്റീസ് ആണ്. ഏതൊക്കെയാണ്? anxiety, separation anxiety. Strangers. ഓക്കെ, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആൻഡ് സെപ്പറേഷൻ ആൻസൈറ്റി. സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ, വസ്തുക്കളെ കാണുമ്പോൾ കുട്ടികൾ കണ്ടുവരുന്ന ആൻസൈറ്റി ആണ് ഏത്? Strangers anxiety. ഓക്കെ, അമ്മേനെ മിസ് ആവുമ്പോ, അവർ അമ്മേനെ മിസ് ചെയ്യുമ്പോ അവർക്ക് വരുന്നൊരു ആൻസൈറ്റി ആണ് Separation anxiety. സെപ്പറേഷൻ ആൻസൈറ്റി. 2 ആൻസൈറ്റീസ് മറക്കൂല. ഇല്ല മാം. ഓക്കെ, ഇമോഷൻ ഡെവലപ്മെന്റ് മുതൽ ഈ ടൈപ്സ് ഓഫ് ആൻസൈറ്റി ആ ഒരു പാരഗ്രാഫും കൂടി ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്തേ. നിങ്ങൾ ആക്ഷൻ സോങ് എന്തെങ്കിലും ഞാൻ ജയിച്ചിട്ടുണ്ടോ? ഹെൽത്തി ഹാബിറ്റ്സിന്റെ ജയിച്ചോ ആക്ഷൻ സോങ്?
ചെയ്തു മാം, ചെയ്തു. ഓക്കെ. കംപ്ലീറ്റ് ആക്കുമ്പോ പറയണോ കേട്ടോ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് എടുത്തത്. എന്തായാലും ചാപ്റ്ററിന്റെ ക്യാമറ ചാപ്റ്ററിന്റെ പേര് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻസ് ആണോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് നമ്മുടെ ഇമോഷൻസ്. നമ്മളിപ്പോ ഹെൽത്തി ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമ്മളൊരു വ്യക്തി പൂർണ്ണ ആരോഗ്യവാനാന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലെ. എനിക്ക് എങ്ങനെയാണ് നമ്മളിപ്പം നമുക്ക് ഓക്കെയാണ്, ഹെൽത്ത് ഒക്കെ ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ മനസ്സിലൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണലി അത് നമ്മൾ അഫക്ട് ചെയ്യും അല്ലെ. ആ ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രശ്നം, ആ ഫിയറോ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സങ്കടം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളിലുണ്ടാവും. സന്തോഷമാണെങ്കിൽ നല്ല കാര്യമാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ ഭയങ്കര ഹാപ്പിനെസ്. പിന്നെ ഇമോഷൻ എന്ന് പറയുമ്പോൾ വേറെ കാര്യം ആലോചിക്കാറുണ്ട്.
നമ്മൾ ഇമോഷണൽ ഇംബാലൻസിന്റെ സമയത്ത് നമ്മൾ തീരുമാനം എടുത്തത് റൈറ്റ് ആയിരിക്കും റോങ് ആയിരിക്കും? Wrong. കാരണം നമ്മൾ ഭയങ്കര സങ്കടത്തോടെ എടുക്കുന്ന തീരുമാനവും നല്ല ഭയങ്കര അൾട്ടിമേറ്റ് സങ്കടത്തോടെയും സന്തോഷത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റായിരിക്കും. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ നല്ല കൺട്രോളിലായിരിക്കും. നമ്മുടെ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോളിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ തീരുമാനം റൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. സോ നിങ്ങൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഒത്തിരി സങ്കടത്തോടെ ആണെങ്കിൽ ഡിസിഷൻസ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. അതേപോലെ ഒത്തിരി സന്തോഷത്തിന്റെ പുറത്തും നമ്മൾ എന്റെ ഡിസിഷൻസ് ഒന്നും എടുക്കരുത്. കാരണം ഇമോഷണൽ ഇംബാലൻസിന്റെ സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു പ്രശ്നം അല്ല, ചിന്തിക്കാനുള്ള പവർ നഷ്ടപ്പെട്ടു വിട്ടാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മേ ബി റോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് ആലോചിച്ച് ചിന്തിച്ച് അതിന്റെ എന്താ പറയാ ഒരുപാട് രീതിയിൽ അത് ചിന്തിച്ച് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇമോഷൻസ് പല രീതിയിലുണ്ട്. ഫിയർ, ഹാപ്പിനെസ്, സാഡ്നെസ്, ജോയ്ഫുൾനെസ്, പിന്നെ എന്തൊക്കെയാണ് ആങ്കർ, ഒത്തിരി ഇമോഷൻസ് ഉണ്ട്. അഫെക്ഷൻ എന്ന് പറയുന്ന ഇമോഷൻ എന്താ? വാത്സല്യം. അതൊരു ഇമോഷൻ അല്ലേ? കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു പ്രത്യേക ഒരു ഇഷ്ടം, അതിനെന്താ പറയണ? അഫെക്ഷൻ. ഓക്കെ, നമ്മൾ കുട്ടികളോട് പെരുമാറുമ്പോൾ കുട്ടികളോട് ഈ ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? പ്രകടിപ്പിച്ച് തന്നെ പെരുമാറാൻ ശ്രമിക്കാം. ദേഷ്യം അത്ര ഒത്തിരി ദേഷ്യം പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുമ്പോൾ തിരുത്താൻ വേണ്ടി ചെറിയ അളവിൽ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കാം. ചെറിയ രീതിയിൽ വഴക്കൊക്കെ പറയാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ ഇമോഷൻസ് മോർ റെഗുലർലി ആൻഡ് മോർ സിവിയർലി ആണ്, ടെമ്പററി ആണ്. അവർക്ക് ഇമോഷൻസ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഇമോഷൻസ് ഷിഫ്റ്റ് വരും, അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അവരുടെ ഇമോഷൻസ് മേ ബി ഡയറക്ട്ലി നമ്മളോട് പറയില്ല, അത് ത്രൂ ആക്ഷൻസ് ആയിരിക്കും. ക്രൈയിങ് ആയിരിക്കും, മേ ബി നെയിൽ ബീറ്റിംഗ്, തം സക്കിംഗ്, സ്പീച്ച് ഡിഫിക്കൽറ്റീസ് ഒക്കെ ആയിരിക്കും അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതികൾ. കുട്ടികളിൽ കണ്ടുവരുന്ന 2 കോമൺ ആൻസൈറ്റീസിനെ കുറിച്ച് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി. സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുവിനെയും സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തിയെ കാണുമ്പോൾ കുട്ടികളിൽ വരുന്ന ഒരു ആൻസൈറ്റി ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. ആ സമയത്ത് തന്നെ കുട്ടികൾ അമ്മയുടെ അടുത്ത് ആ ഒരു സേഫ്റ്റി എന്ത് ചെയ്യാൻ നോക്കും? സീക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അമ്മേനെ കാണാണ്ടാവുമ്പോൾ വരുന്ന ഒരു ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി. ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും, മേ ബി കരയും, ഓർ തമ്പ് സക്കിയും അമ്മേനെ കാണാണ്ടാവുമ്പോൾ. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് അമ്മേനെ കുട്ടി കാണാണ്ടാവുമ്പോൾ വരുന്ന ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി. 2 ടൈപ്പ് ഓഫ് ആൻസൈറ്റീസ് ആണ് കുഞ്ഞു കുട്ടികളിൽ കണ്ടുവരുന്നത്. ഏതെല്ലാമാണ്? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി. ഈ ഒരു പോർഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ആ ടൈപ്സ് ഓഫ് ആൻസൈറ്റി എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നന്നായിട്ട് നോക്കിയിട്ട് വരാം. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് മോക്ക് ടെസ്റ്റ് കൊടുക്കാം. ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കണം. ദെൻ എന്താണ് സൈൻ ഔട്ട് ആരാ പറയുന്നേ? Sign out. Okay. Thanks, Aparna ma'am, for a great class on emotional development today. On behalf of myself and other students, we express our gratitude. Thank you, ma'am. Thank you all. Thank you, ma'am.